തിങ്കൾ വരുന്നു. ദൈവ കുഞ്ഞാവേ കണ്ടുവോ സ്നാനമേൽക്കുവാൻ പോകുന്നു. സ്നാനമേൽക്കുവാൻ ആവശ്യം വല്ലഭാവിന്റെ ചെരുപ്പ് ചുമന്നിടുവാനില്ല യോഗ്യത. നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമാലേഖനം നമ്മളിപ്പോൾ വായിച്ച നീക്കപ്പെടേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇനിയും മരിക്കുകയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചതുപോലെ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും യേശുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചിട്ടുള്ളതായ വേദഭാഗം കർത്താവിനോടുകൂടെ മരിക്കപ്പെട്ട മനുഷ്യനെ എന്താണ് ചെയ്യുന്നത്? അവൻ മരിച്ചു കഴിയുമ്പോൾ അവനെ അടക്കം ചെയ്യും. അടക്കം ചെയ്ത് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഈ ശുശ്രൂഷ പിന്നെ പഴയ മനുഷ്യൻ അവനിൽ നിന്ന് മാറിയിട്ട് പുതിയ മനുഷ്യനായി ജീവിക്കുന്ന അവസരത്തിൽ അതേ അനുഭവത്തിലായിരിക്കണം. പുതിയ മനുഷ്യനായി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തി തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്നാന ശുശ്രൂഷ പരസ്യമായി നടത്തുന്നത്. കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന പ്രിയ ജനത്തിലെ ഈ സ്നാനത്തിലേക്ക് കടന്നു വരാം. കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുവാനായിട്ട് അനുസരിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. പ്രിയ മകൻ എടുത്തതായ തീരുമാനം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ഇന്ന് സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രിയ മകൻ എടുത്ത തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ വേണ്ടി പ്രിയ മകനോട് നമ്മൾ ഈ തീരുമാനം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യവും അടയാളമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം ഈ ലോകത്തെ ജീവിച്ച് 3.5 വർഷക്കാലം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും രോഗശാന്തികളും ഭൂതങ്ങളെ പുറത്താക്കി അങ്ങനെ അനേക വീര്യപ്രവർത്തികളും ചെയ്ത് താൻ ദൈവപുത്രൻ തന്നെ തെളിയിക്കുകയും ക്രൂരമായ പീഡനങ്ങളാൽ റോമൻ പടയാളികളുടെ ചാട്ടവാറേറ്റ് കാരിനും പാണികളാൽ ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് അരിമത്യക്കാരനായ യോസഫിന്റെ ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടയ്ക്കപ്പെട്ട് 3-ാം ദിനം കല്ലറുകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി. കർത്താവ് ആ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്
മരിച്ചത് ജബിന്റെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ജബിൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന. അതുപോലെ തന്നെ ഈ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും മധ്യാകാശത്തിൽ മടങ്ങി വരുമെന്ന് ജബിൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ കർത്താവിന്റെ വരവിങ്കൽ ജബിനും എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ജബിൻ തയ്യാറാണോ? പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസവചനം അടിസ്ഥാനപ്പെടുത്തിയും ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവിക കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തിന്മേൽ പ്രിയ ജബിനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. നമുക്കൊരു വചനം മത്തായി സുവിശേഷം 28:18-19 അടുത്തു തന്ന സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രാപന്ന രൂപത്തിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചതുപോലെ അവൻ സ്വർഗം തുറക്കുന്നവന് അവനൊരു സന്ദർഭമാണല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ, ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുവെന്ന് ദൈവവചനം പറയുന്നത് പോലെ കർത്താവെ, പ്രിയ മകനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജബിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ദൈവമേ നിന്റെ മകനിലൂടെ നിറവേറ്റിയിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ മകനെ അവിടുന്ന് സഹായിക്കണമേ. ആ നിത്യരാജ്യത്തിന്റെ അവകാശിയായി അവനെ ചേർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വചനത്താൽ പ്രിയ മകനെ കുടുംബമായി കർത്താവെ മരിയോനെ കുഞ്ഞിനെ ഒരുമിച്ച് കുടുംബമായി ഞങ്ങൾ ബ്ലസ് ചെയ്ത് സഭയ്ക്ക് തന്നിരിക്കുന്ന അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് മത്തായി സുവിശേഷം 28-ന്റെ 18 മുതലുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ഇന്ന് പ്രിയ മകൻ ചെയ്തതായ ഈ കൽപ്പന അനുസരിക്കുന്ന കർമ്മം ഇതുവരെ കർത്താവിനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു കോളിംഗ് ആണ്. അതുകൊണ്ട് ഈ കർത്താവിനെ, ഈ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഇതുവരെ അതിന് സാധിക്കാത്ത എല്ലാ വ്യക്തികൾക്കുമുള്ള ആഹ്വാനമായിക്കൊണ്ട് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഹോളിലേക്ക് കിടക്കാം. പരിശുദ്ധ പിതാവേ, നന്മ നിറഞ്ഞ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ദൈവം ഇടവകമേൽ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നുള്ള ദൈവത്തിന്റെ വലിയ കൽപ്പനയാണ്. കർത്താവെ, ഇന്ന് പ്രിയ ജബിൻ കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുകയാണ്. കർത്താവെ, ഇന്ന് ഇത് കണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഇത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സർവ്വം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. സർവ്വം ഞാൻ